മിശിഹായുടെ സമാധാനം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടം വന്നെത്തി. ഈ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് പുൽക്കൂട്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ പുൽക്കൂട് ഉണ്ടായത്? എങ്ങനെയാണ് ഇതിന് ആരംഭം കുറിച്ചത്? 1223 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ചിന്തിക്കുകയാണ്, ഇത്തവണ ക്രിസ്മസ് മനോഹരമാക്കണം, എങ്ങും ആഘോഷിച്ചിട്ടില്ലാത്ത രീതിയിൽ ആഘോഷിക്കണം. ഇക്കാര്യം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ജോൺ വെലീത്ത എന്നൊരു സഹോദരനുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പം ജോൺ വെലീത്ത തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഒരു പുൽക്കൂട് അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യത്യസ്തമായി ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഫ്രാൻസിസ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ക്രിസ്തു എങ്ങനെ ജനിച്ചെന്നാണ് പറയപ്പെടുന്നത്? ജോൺ മറുപടി നൽകി, വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് ക്രിസ്തു ഒരു കാലിത്തൊഴുത്തിൽ പിറന്നുവെന്നാണ്. അതായത് പണ്ടുകാലത്തെ മനുഷ്യർ വലിയ ഗുഹകൾക്കരികിൽ കുടില് കെട്ടി താമസിച്ചിരുന്നു. തികച്ചും പാവപ്പെട്ടവർ അവരുടെ മൃഗങ്ങളെ സൂക്ഷിച്ചിരുന്നത് ഇത്തരം ഗുഹകളിലാണ്. അവർ സംരക്ഷിക്കപ്പെട്ടു പോന്നിരുന്നു. അങ്ങനെ ഒരു കാലിത്തൊഴുത്തിലാണ് ക്രിസ്തുവും പിറന്നു വീഴുന്നത്. അങ്ങനെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞ പ്രകാരം ജോൺ വെലീത്ത പുൽക്കൂട് തയ്യാറാക്കി കാത്തിരുന്നു. അങ്ങനെ രാത്രിയായി. അനേകം ആളുകൾ കത്തിച്ച മെഴുകുതിരികളുമായി അവിടെ എത്തി. അങ്ങനെ അന്ന് രാത്രിയിൽ അവർ പാതിരാ കുർബാനയിൽ പങ്കെടുത്തു. അങ്ങനെ അന്ന് ഗ്രേച്ചിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ പുൽക്കൂട് ഒരുങ്ങി. അത് പിന്നീട് എല്ലാ ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളും ഏറ്റെടുത്തു. പിന്നീട് അത് ലോകമെങ്ങും ഏറ്റെടുത്ത ഒരു വലിയ സംഗതിയായി മാറി. അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന നമ്മുടെ പുൽക്കൂട് തയ്യാറായത്. ഉണ്ണീശോയെ പുൽക്കൂടുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും സ്വീകരിക്കാൻ ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം തുണയ്ക്കട്ടെ. ആമേൻ.